ഹലോ ഫ്രണ്ട്സ്, പുരയുടെ ചാൻസിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് BR സോളോ മാസ്റ്റർ പുഷിംഗ് വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത്. നമ്മൾ നേരെ ഇറങ്ങിയത് മാർസ് ഇലക്ട്രിക്കലാണ്. സൈഡിൽ തന്നെ ഒരു എനിമീനെ സ്പോട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. നമ്മൾ നേരെ വന്ന് ഗണ്ണൊക്കെ സെറ്റാക്കി കൊണ്ട് നിൽക്കുകയാണ്. അങ്ങനെ നമ്മൾ ഗണ്ണൊക്കെ സെറ്റാക്കി നിൽക്കുമ്പോഴാണ് സൈഡിൽ തന്നെ നമ്മളെ പിക്കപ്പ് കണ്ടത്. പിന്നെ നമ്മൾ നേരെ പിക്കപ്പ് എടുത്തിട്ട് പീക്കിലേക്ക് പോയി. പീക്കിൽ നിന്ന് നോക്കുകയാണെങ്കിൽ നമ്മൾ സൈഡിൽ തന്നെ ഒരു ഡ്രോപ്പ് ഉണ്ടായിരുന്നു. ഡ്രോപ്പിലൊരു എനിമി ഡ്രോപ്പ് അൺലോക്ക് ആക്കുന്നുണ്ട്. നേരെ അവനെ ചെന്ന് ഇടിച്ചിട്ട് ഡ്രോഗൺ വെച്ച് ഞെക്കി അങ്ങ് പിടിച്ച് അവനെ കില്ല് ഫിനിഷാക്കിയിട്ടുണ്ട്. അങ്ങനെ നമ്മൾ ഡ്രോപ്പൊക്കെ അൺലോക്ക് ആക്കി SVD വഴി മാക്ടൈം മാറ്റി SVD വഴി എടുത്ത് അപ്പോഴാണ് അർസനലിൽ ഒരു ഫൈറ്റ് നടക്കുന്നുണ്ട്. നേരെ അടുത്തേക്ക് കിട്ടും. നമ്മൾ തൊട്ടിപ്പുറത്ത് തന്നെ അവിടെ ഒരു പെണ്ണി കുത്തിയിരുന്ന് ലൂട്ട് ബോക്സ് പെറുക്കുന്ന കണ്ടിട്ടുണ്ട്. നേരെ നമ്മളെ പെണ്ണിടയ്ക്ക് ഓടി ഡ്രോഗൺ വെച്ച് കുത്തിപ്പിടിച്ച് ആ പെണ്ണി ഞങ്ങൾ തീർത്തിട്ടുണ്ട്. നേരെ പോയി നമ്മളെ ലൂട്ട് എടുത്തുകൊണ്ട് നിൽക്കുമ്പോഴാണ് ബേക്കിന് അടുത്ത് വന്ന് അടിക്കുന്നത്. അങ്ങനെ കവറൊക്കെ എടുത്ത് നമ്മൾ മെഡിക്കറ്റ് അടിച്ചെങ്കിലും ലോഞ്ചർ ഇട്ടിട്ട് നമ്മൾക്ക് നല്ല ഡാമേജ് വന്നിട്ടുണ്ടായിരുന്നു. ഞാൻ 2 ഗ്ലൂ വാളൊക്കെ ഇട്ട് അർസനലിൻ്റെ ഉള്ളിലേക്ക് കയറി. അങ്ങനെ 11 മൈന് അവിടെ സൈഡിൽ വെച്ചിട്ടുണ്ട്. നമ്മൾ നേരെ സൈഡിലേക്ക് വന്ന് മെഡിക്കറ്റൊക്കെ അടിച്ചുകൊണ്ട് നിൽക്കുകയാണ്. അപ്പോഴാണ് അവർ റെസ്റ്റ് ചെയ്ത് വന്നത്. പിന്നെ നമ്മൾ ഒന്നും നോക്കില്ല, ഡ്രോഗൺ വെച്ച് കുത്തി പിടിച്ച് അവനെ അങ്ങ് തീർത്തിട്ടുണ്ട്. അങ്ങനെ 3 കിലോ നമുക്ക് കിട്ടി. പിന്നെ കുറച്ച് നേരം നമ്മൾ അവിടുന്ന് ലൂട്ടൊക്കെ പെറുക്കി ഇപ്പുറത്ത് വന്ന് വെൻഡിങ് മെഷീൻ സാധനമൊക്കെ എടുത്ത് ഇപ്പോഴാണ് അർസനലിൽ വേറെ എനിമി ഉണ്ടെന്ന് മനസ്സിലാക്കിയത്. നേരെ അടുത്തേക്ക് ചെന്ന് SVD വഴി വെച്ച് ലോങ് ഒന്ന് കുത്തിപ്പിടിച്ച് അവൻ നിന്നിട്ടുണ്ട്. പിന്നെ കുത്തിപ്പിടി നമുക്ക് എപ്പോൾ ഒരു വീക്ക്നെസ് ആണ്. പിന്നെ വണ്ടി എടുത്ത് പോയിക്കൊണ്ടിരിക്കുമ്പോഴാണ് പീക്കിലൊരു ഫൈറ്റ് നടക്കുന്നത് കാണുന്നത്. അങ്ങനെ പീക്കിലാണെങ്കിൽ 2-3 എനിമീസ് അവിടെ ഉണ്ടായിരുന്നു. അങ്ങനെ എടുത്തിന് അടിക്കുമ്പോഴത്തേക്ക് അവൻ കവറെടുത്ത് കളിക്കുകയാണ്. അപ്പുറത്തെ ഇപ്പുറത്തൊക്കെ ഓടി കവറെടുത്ത് കളിക്കുകയാണ്. നൈസായി നമ്മൾ മരത്തിൻ്റെ വേക്കിലൊക്കെ ഒളിച്ച് നിന്ന് ആ പാറയുടെ ആ സൈഡിലേക്ക് പോവാണ്. നൈസായി എങ്ങനെയെങ്കിലും എനിമിയെ തീർത്ത് പോയി അടിക്കാനാണുള്ള പ്ലാനാണ് നമ്മൾ. ഇനി അർസനലൊക്കെ തുറന്ന് അതിൻ്റെ ഉള്ളിൽ കയറിയിട്ടാണുള്ളത്. അങ്ങനെ നമ്മൾ പീക്കിൻ്റെ ഉള്ളിലേക്ക് ഓടുമ്പോഴാണ് സൈഡിൽ നിന്നൊരു എനിമി നമ്മൾ അടിച്ചത്. ഞാൻ പെട്ടെന്ന് തന്നെ ദിമിത്രൊക്കെ ഇട്ട് സൂപ്പർ മെഡൊക്കെ അടിച്ച് ഹീലായി. പിന്നെ ഒരു ഫൈറ്റ് എടുക്കാൻ നിന്നില്ല, അഥവാ ചത്തുവെങ്കിൽ നമ്മളെ ബൂയ പോവും. അതുകൊണ്ട് തന്നെ സൈഡിലുള്ള ലോഡ് ഔട്ട് വെച്ചെടുത്ത് ഡ്രോപ്പും ഒന്ന് നോക്കി സൈഡിലേക്ക് വന്നിട്ടുണ്ട്. അപ്പോഴാണ് വീട്ടിൻ്റെ മുകളിൽ 2 എനിമീസിനെ കണ്ടത്. ഒരുത്തൻ താഴെയായിരുന്നു, ഒരുത്തൻ മുകളിലും. താഴെയുള്ളവന് ഇത്ര ഡാമേജ് കൊടുക്കുമ്പോഴത്തേക്ക് ഗ്ലൂ ഇട്ട്, മുകളിലുള്ളവന് നല്ല ഡാമേജ് കൊടുത്തെങ്കിൽ അവൻ തിരിച്ചും നമുക്ക് നല്ല ഡാമേജ് തന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ സൂപ്പർ മാറ്റൊക്കെ അടിച്ച് നമ്മൾ ആ മരത്തിൻ്റെ വേഗത്തിൽ തന്നെ ഇരുന്ന് പെട്ടെന്ന് നമ്മൾ ഒരു ഫ്ലാഷ് ഫ്രീസ് അല്ല ഡ്രാഗൺ ഫ്രീസൊക്കെ എറിഞ്ഞ് എനിമിക്ക് നല്ല ഡാമേജ് കൊടുത്തിട്ടുണ്ടായിരുന്നു. സൈഡിൽ നിന്ന് എടുത്ത് നേരത്തെ നമ്മളെ അർസനലിൻ്റെ ഉള്ളിൽ കയറിയ വരുന്നുണ്ടായിരുന്നു. ലാസ്റ്റ് അവർ നമ്മൾ ഫൈറ്റ് നടന്ന് അർസനലിൻ്റെ ഉള്ളിൽ കയറിയാണ് തീർന്നു. നോക്കുമ്പോൾ 1v1 ലാസ്റ്റ് 2 ആളാണ്. നമ്മൾ ബോയ് അടിച്ച് എന്തായാലും നിങ്ങൾ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. നേരെ നമ്മൾ നീഡറിന് കുറേ ഡാമേജൊക്കെ കൊടുത്ത് പിന്നെ നമ്മൾ ഗ്ലൂ മെൽറ്റർ എറിഞ്ഞുകൊണ്ട് ഗ്ലൂ ആൾ ഫുള്ള് പൊട്ടിച്ചിട്ടുണ്ട്. അവൻ ഗ്ലൂ എടുത്ത് കവർ ചെയ്ത് എടുത്താണ് നമ്മൾ നേരെ പോയി റഷ് ചെയ്യാൻ പോവുകയാണ്. അപ്പോഴാണ് അവന് റഷ് ചെയ്ത് വന്നത്. പിന്നെ ഒന്നും നോക്കില്ല, ഡ്രോഗൺ വെച്ച് കുത്തി പിടിച്ച് എന്നിട്ട് അവൻ അവൻ കവർ ചെയ്ത് നമ്മൾ SVD വെച്ച് ഒരു ടാപ്പും കൂടി കൊടുത്ത് അങ്ങനെ അവൻ നോക്കായിട്ടുണ്ട്. അവൻ അവിടെ നിന്ന് പോകുന്ന സമയം കൊണ്ട് നമ്മളവനെ പിന്നെയും കുത്തി പിടിച്ച് കൊന്നു. അപ്പോൾ നമ്മൾ ബൂയ അടിച്ചിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക.